ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം പ്രഥമസ്കന്ധം. ആദ്യത്തെ സ്കന്ധത്തിൽ 3 അധ്യായങ്ങളാണുള്ളത്, 3 ദശകങ്ങളാണുള്ളത്. ആദ്യത്തെ ദശകം ഭഗവൻ മഹിമാനുവർണ്ണനം, ഭഗവാന്റെ മഹിമയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. എന്താണ് ബ്രഹ്മം എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മേൽപ്പത്തൂർ 1-ാമത്തെ ശ്ലോകത്തിൽ കൂടി. ആദ്യത്തെ ശ്ലോകം: സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനർ ഉരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഇതിൻ്റെ അർത്ഥം സാന്ദ്ര ആനന്ദ അവബോധാത്മകം, സാന്ദ്രമായ ഘനീഭവിച്ച അധികരിച്ച ആ ആനന്ദത്തെയും അവബോധത്തെയും തരുന്ന, അതുപോലെ തന്നെ അനുപമിതം, ഉപമിക്കാൻ മറ്റൊന്നുമില്ലാത്ത, ഒന്നിനോടും സാദൃശ്യം കൽപ്പിക്കാൻ ഇല്ലാത്തതായിട്ടുള്ള ആ കാലദേശാവധിഭ്യാം, കാലത്തിൻ്റെയും ദേശം, സമയം എന്നീ അളവ് കോലുകളാലൊന്നും നിർണയിക്കാൻ പറ്റാത്തതായിട്ടുള്ള, നിർമുക്തം, എല്ലാത്തിൽ നിന്നും മുക്തമായിട്ട് ഇരിക്കുന്നു, നിത്യമുക്തം, എപ്പോഴും മുക്തമാക്കപ്പെട്ടിട്ടുള്ള, നിഗമ ശതസഹസ്രേണം, നിഗമം എന്ന് പറഞ്ഞ വേദം, ശതസഹസ്രം, 100,000 വേദ ഉപനിഷത്ത് വാക്യങ്ങളാൽ നിർഭാസ്യമാനം, പ്രകീർത്തിച്ചിട്ടുള്ള, അതിനെ അത്രമാത്രം വർണ്ണിച്ച് വിശദീകരിച്ച് വിവരിച്ച് തന്നിട്ടുള്ളതായിട്ടുള്ള, അസ്പഷ്ടം, സ്പഷ്ടമല്ലാത്ത, അതായത് ആദ്യ കാഴ്ചയിൽ നമുക്കത് മനസ്സിലാകില്ല, അതുപോലെ സ്പഷ്ടമല്ല, ദൃഷ്ടമാത്രേ, ആ കാണുന്ന മാത്രയിൽ നമുക്ക് ഒന്നും സ്പഷ്ടമല്ല എന്ന് തോന്നുമെങ്കിലും പിന്നീട് കിട്ടുന്നു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. അതിനെ അടുത്ത് അറിഞ്ഞ് മനസ്സിലാക്കി ആ ഭക്തി ഉള്ളിൽ ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നു. ആ പുരുഷാർത്ഥം എന്താണെന്നും അതിൻ്റെ ആ തത്വം എന്താണെന്നും പിന്നീട് നമുക്ക് മനസ്സിലാകുന്നു. തഥാവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ. അങ്ങനെയുള്ള ആ ബ്രഹ്മതത്വമാണ് നമുക്ക് ഇവിടെ നമ്മുടെ തൊട്ടരികിൽ സാക്ഷാത് ഗുരുപവനപുരിയിൽ വാണരുളുന്ന ആ ഗുരുവായൂരപ്പൻ എന്ന് മേൽപ്പത്തൂർ പറയുകയാണ്. ഹന്ത ഭാഗ്യം ജനാനാം. എന്തോരു ഭാഗ്യമാണ് ഈ ജനങ്ങൾക്ക് സിദ്ധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു ആദ്യത്തെ ശ്ലോകത്തിലൂടെ. ശ്ലോകം 2. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദജന ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാദേശം ഏവാശ്രയാമ. ഏവം ദുർലഭ്യ വസ്തുനി അപി സുലഭതയാ ഹസ്തലബ്ധേ യത് അന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനഃ
ക്ഷുദ്രത ഏവ ക്ഷുദ്രതൈവ സ്ഫുടേയം ഏതേ താവത് വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷ ആത്മാനം ഏനം ഗുരുപവനപുരാധീശം ഏവം ആശ്രയാമ. ഏവം ദുർലഭ്യവസ്തുനി അപി. ഇത്രയും ദുർലഭ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് എന്ന് പറയുകയാണ് ഈ ഭാഗവതം. അല്ലെങ്കിൽ ആ ഭാഗവതത്തെ അടിസ്ഥാനമാക്കിയാണ് ഭഗവാൻ ആ ഭഗവാന്റെ ചരിതങ്ങൾ, ആ ഭഗവാന്റെ അവതാരങ്ങളെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിക്കുന്നത്. അതാണ്. അപ്പം ആ ഭാഗവതത്തെ പറയുകയാണ് എത്രയും ദുർലഭ്യമായിട്ടുള്ള ആ വസ്തു. അതായത് പരമ്പരാഗതമായി ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവിൽ നിന്ന് നാരദ മഹർഷി വ്യാസ മഹർഷി, അങ്ങനെ പരമ്പരാഗതമായിട്ട് നമുക്ക് കൈവന്നിട്ടുള്ള ആ മഹത് ഗ്രന്ഥം, അതിനെയാണ് പറയുന്നത് ദുർലഭ്യമായിട്ടുള്ള വസ്തു. അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ ബ്രഹ്മതത്വം, അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ഭഗവാൻ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ, ആ ബ്രഹ്മതത്വത്തെ പൂർണ്ണ അവതാരം. ആ ഭഗവാനെ നമുക്ക് സുലഭതയാ ഹസ്തലബ്ധേ, നമുക്കത്രയും സുലഭമായിട്ട് നമ്മുടെ കൈക്കുമ്പിളിൽ കിട്ടിയിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ പോകുന്നു, അതിനെ മനസ്സിലാക്കാതെ പലയിടത്തായിട്ട് ഓടി നടക്കുന്നു. അവിടെ ഇത് കിട്ടും, ഇവിടെ ഇത് കിട്ടും എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഉറപ്പില്ലാതെ, നമ്മൾ ആ ഭഗവാനിൽ മനസ്സുറപ്പിക്കാതെ നമ്മൾ ഓടി നടക്കുന്നു. അതാണ് പറയുന്നത്. അന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനഹ. ഈ മനസ്സുകൊണ്ടോ, ഈ ജനങ്ങൾ മനസ്സുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ ശരീരം കൊണ്ടോ ആ മറ്റ് പലതിനെയും ഭജിച്ചുകൊണ്ട് നടക്കുന്നു. ക്ഷുദ്രതൈവ സ്ഫുടേയം. അതാണ്. എന്തൊരു ക്ഷുദ്ര മനോഭാവമാണ്, എന്തൊരു അന്യായമാണ് ഈ പ്രവർത്തിക്കുന്നത് ഈ ജനങ്ങൾ എന്നും മേൽപ്പത്തൂർ അതിശയപ്പെടുകയാണ്. ഏതേ താവത് വയം തു. എന്നാൽ ഞാനാവട്ടെ സ്ഥിരതര മനസ്സ, എൻ്റെ ഉറച്ച മനസ്സോടെ ഏകം ബ്രഹ്മം പരബ്രഹ്മം അത് അവിടുന്നാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് വിശ്വപീഡാപഹത്യെ, ഈ വിശ്വത്തിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്നതായിട്ടുള്ള ആ പീഡകളുടെ എല്ലാം അറുതിക്കായിട്ട് നിശേഷ ആത്മാനമേനം, ഞാൻ എൻ്റെ ആ മനസ്സിൽ അവിടത്തെ മാത്രം ഉറപ്പിച്ചുകൊണ്ട് ഗുരുഭവനപുരാധീശം, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങേ മാത്രം ഏവം ആശ്രയാമ, എപ്പോഴും ആശ്രയിക്കുന്നു. ശ്ലോകം 3. സത്വം യത്തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം തത് സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖചിത് ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതി മതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. സത്വം, ആ സത്വഗുണം, യത് തത് പരാഭ്യ, മറ്റ് രണ്ട് ഗുണങ്ങളോടും കൂടിക്കലരാതെ, അതായത് രജോ ഗുണത്തോടും തമോ ഗുണത്തോടും കൂടിക്കലരാതെയുള്ള നിർമ്മലം തേന താവത്, ആ ശുദ്ധമായിട്ടുള്ള സത്വഗുണം താൽ മാത്രം ഉൽപ്പന്നമായിട്ടുള്ള ഭൂതേന്ദ്രിയൈഹി, പഞ്ചഭൂതങ്ങളാലും ആ പഞ്ചഭൂതങ്ങളുടെ ഇന്ദ്രിയങ്ങളാലും, അതായത് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പൃഥ്വി, ആകാശം, ജലം, വായു, അഗ്നി എന്നിവയാണ് പഞ്ചഭൂതങ്ങളെന്ന്. ഈ പഞ്ചഭൂതങ്ങളുടെ ഇന്ദ്രിയങ്ങൾ, അവരുടെ ഇന്ദ്രിയങ്ങളാണ് ചക്ഷുഷ്, ശ്രോത്രം, ജിഹ്വ, ഘ്രാണം, ത്വക്ക്, വാക്ക്, പിന്നെ പാണി, പാദം, പായു, ഉപസ്ഥം, മനസ്സ് എന്നിങ്ങനെയുള്ള ഏകാദശ ഇന്ദ്രിയങ്ങളും ആ ഇന്ദ്രിയങ്ങളോടും കൂടിയത് ഉള്ള ആ തേവബുഹു, അങ്ങയുടെ ആ ശരീരം, ആ വിഗ്രഹം, ഇതി ബഹുശ, അങ്ങനെ ഞാൻ വളരെയധികം ശ്രൂയതേ കേട്ടിരിക്കുന്നു, വ്യാസവാക്യം, അങ്ങനെയുള്ള ദിവ്യമായിട്ടുള്ള മംഗള വിഗ്രഹമാണ് ഭഗവാന്റേത് എന്ന് വേദവ്യാസ മഹർഷി പറഞ്ഞിട്ട് പലയിടത്തുമായിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നു.
തത് സ്വച്ഛത്വാത് ഇത് അച്ഛാദിത പരസുഖജദ്ഗർഭ നിർവാസരൂപം. തത് സ്വച്ഛത്വാത് അത്രയും ശുദ്ധ സ്ഫടികമായിട്ടുള്ള, അതായത് ദർപ്പണ സമയത്ത് സൂര്യരശ്മി എപ്രകാരമാണോ പ്രതിബിംബിച്ച് ആ ദർപ്പണ ബുദ്ധിയെ കെടുത്താതെ ആ പ്രകാശത്തെ മാത്രം തരുന്നത്, അതേപോലെ അപ്രകാരം സ്ഫടിക തുല്യമായിട്ടുള്ള ഭഗവാന്റെ ആ ശരീരം, ആ ശരീരത്തിൽ, ആ വപുസിൽ അത്രയും മറയ്ക്കപ്പെടാത്തതായിട്ടുള്ള അത്രയും ആനന്ദത്തെ, ആ അനന്തരസമാകുന്ന, ആ ബ്രഹ്മാനന്ദരസമാകുന്ന ബ്രഹ്മത്തെ അങ്ങനെ നമ്മുടെ ഉള്ളിൽ അന്തർഭാഗത്ത് പ്രതിബിംബ രൂപേണ അങ്ങ് നിറഞ്ഞ് അതിന്റെ പ്രകാശരൂപമായിട്ട് ഭവിക്കുമ്പോൾ അങ്ങനെയുള്ള തസ്മിൻ ധന്യാരമന്തേ, അങ്ങനെയുള്ള ധന്യാത്മക്കൾക്ക് അത് കേൾക്കുകയും സ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ, അങ്ങനെയുള്ള അങ്ങനെ അങ്ങ് ആ അന്ധകരണത്തിൽ അങ്ങ് നിറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെയുള്ള ശുദ്ധാത്മാക്കൾക്ക് ഭഗവാനിലോട്ട് ആ പ്രേമപൂർവമായിട്ടുള്ള ആ ഭക്തി, അങ്ങനെ ആ ഭക്തിയിൽ അങ്ങനെ അങ്ങ് മുഴുകുന്നു എന്ന് പറയുകയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദ്യതച്ചാദിതപരസുഖചത്കർപ്പനിർവാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ശ്ലോകം 4. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാൻ അനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോ ഉല്ലാസതുല്യം ഖലു വിമലതരം സത്വം ആഹുസ്തദാത്മാ കസ്മാനോ നിഷ്കളസ്ത്വം സകല ഇതി വചസ്ത്വത്കലാസേവ ഭൂമൻ. നിഷ്കമ്പേ, ചലനമില്ലാത്ത, എപ്പോഴും നിത്യപൂർണേ, സർവത്ര പൂർണ്ണമായിട്ടുള്ള, നിരവധി പരമാനന്ദ പീയൂഷരൂപേ, അല്ലയോ ഭഗവാനെ, വളരെയധികം പരമാനന്ദത്തെ, എത്രയെന്ന് പരമാനന്ദത്തെ തരുന്ന ആ അമൃത സ്വരൂപത്തിൽ നിർലീനാൻ അനേക മുക്താവലി, അങ്ങനെ നിർലീനമായി കിടക്കുന്നു അനേകമായിട്ടുള്ള മുക്തന്മാരായിട്ടുള്ള ആ യോഗീന്ദ്രന്മാർ, അതായത് മുക്തന്മാർ. അങ്ങനെ ആ മുക്തന്മാർ സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ നിർമ്മലമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ബ്രഹ്മസമുദ്രത്തിൽ കല്ലോലോ ഉല്ലാസതുല്യം, അങ്ങനെ അലയടിക്കുന്ന, ഉല്ലാസത്തോടെ സന്തോഷത്തോടെ അലയടിക്കുന്ന ആ തിരമാലകൾ കണക്കെ ഖലു വിമലതരം, അത്രയും ആ വിമലമായിട്ടുള്ള, ആ ശുദ്ധമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള സത്വം ആഹുഹു തത് ആത്മാ, അങ്ങയുടെ ആ ആത്മസ്വരൂപത്തിൽ, ആ ശുദ്ധമായിട്ടുള്ള സത്വഗുണത്താൽ മാത്രമുള്ള അങ്ങയുടെ ആ ശുദ്ധ സ്വരൂപത്തിൽ അങ്ങനെ അനേകം പുണ്യാത്മാക്കൾ അങ്ങനെ അങ്ങ് നിർലീനമായിട്ട് കിടക്കുന്നു. ആ സമുദ്രത്തിൽ, ആ ബ്രഹ്മസമുദ്രത്തിൽ, ആ ബ്രഹ്മ കടലിൽ അങ്ങനെ തിരമാലകൾ കണക്കെ ഉല്ലാസത്തോടെ അലയടിച്ചുകൊണ്ട് ഇരിക്കുന്നു. കസ്മാത് നോ നിഷ്കളഹ, അല്ലയോ ഭഗവാനെ, അങ്ങനെയുള്ള അങ്ങയെ നിഷ്കളൻ എന്ന് പറയുന്നുവെങ്കിൽ, അതായത് പരിപൂർണനല്ല എന്ന് പറയുന്നു എങ്കിൽ അത് അങ്ങേയല്ല. ത്വം സകലഹ ഇതി വചസ്, ഇങ്ങനെ ആരെങ്കിലും പറയുന്നു എങ്കിൽ അത് അങ്ങേയല്ല. ത്വത്കലാസേവ ഭൂമൻ, അങ്ങയുടെ കലകളെയാണ് ഭഗവാനെ, അതായത് അങ്ങയുടെ അംശ അവതാരങ്ങളുടേതാകുന്നു ആ പറച്ചില്, അല്ലാതെ അങ്ങ് നിഷ്കളൻ തന്നെയാണ് എന്ന്, അതായത് പൂർണ്ണ അവതാരം തന്നെയാണ് എന്ന് പറയാണ് നാലാമത്തെ ശ്ലോകത്തിൽ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വചസ്ത്വത്കലാസേവ ഭൂമൻ.